ദീപവും കൈകളിലേന്തി കാത്തിരിക്കുന്നു ഞാൻ. കർത്താവേ, നീ വരുമോ, വേഗം നീ വരുമോ. എല്ലാവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഉണ്ണീശോയെ ഹൃദയത്തിലേക്കും ജീവിതത്തിലേക്കും സ്വീകരിക്കാനായി ഒരുങ്ങുന്ന ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ ഏവർക്കും ക്രിസ്മസിൻ്റെ ആശംസകൾ ആദ്യം തന്നെ ഒത്തിരി സ്നേഹത്തോടെ നേരുന്നു. ഇന്ന് തിരുസഭാ മാതാവ് നമുക്ക് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 15 മുതൽ 20 വരെയാണ്. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ എന്നതാണ്. യേശു തൻ്റെ അപ്പോസ്തലന്മാർക്ക് നൽകിയ ദൗത്യം അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. തീർത്തും അസാധ്യമാണെന്ന് തോന്നിയിരിക്കണം. ലോകമെമ്പാടും പോയി മുഴുവൻ സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കുക. സുവിശേഷത്തിൽ അപ്പോസ്തലന്മാരെ കാണുക വളരെയധികം പരിമിതികളുള്ളവരായിട്ടാണ്. ഇപ്പോൾ യേശുവിൻ്റെ ദൗത്യം ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അവർ ഈ ദൗത്യം ആശ്ചര്യജനകമായ വിധത്തിൽ പൂർത്തീകരിച്ചു. ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. ലോകം മുഴുവൻ നേടിയാലും ആത്മാവ് നശിച്ചാൽ എന്തു ഫലം എന്ന ഇഗ്നേഷ്യസ് ലയോളയുടെ ചോദ്യം വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിനെ പരിമിതികളെ ബലമാക്കി മാറ്റുന്ന തമ്പുരാന്റെ പ്രേഷിതനാക്കി മാറ്റി. ഭാരതം കണ്ട തീക്ഷ്ണമതിയായ പ്രേഷിതൻ. നമ്മുടെ പ്രേഷിത ദൗത്യത്തിന് തടസ്സം നമ്മുടെ പരിമിതികളല്ല, മറിച്ച് മനസ്സിൻ്റെ സന്നദ്ധതയില്ലായ്മയാണ്. കാരണം പരിമിതികളെ അനന്ത സാധ്യതകളാക്കുന്ന ദൈവമാണ് എന്നോട് പറഞ്ഞത്, നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുവിൻ എന്ന്. നമുക്കും യേശുവിൻ്റെ ഈ ദൗത്യത്തിൽ പങ്കുചേരാം.